മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വേണ്ടി മുസ്ലിം ലീഗ് 105 വീടുകളാണ് നിർമ്മിച്ചു നൽകാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു. നമ്മൾ നിൽക്കുന്നത് അതിലുള്ള ഒരു പ്ലോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ മറ്റ് പേപ്പർ വർക്കുകൾ കഴിഞ്ഞു. ചില വിവാദങ്ങളുണ്ടായിരുന്നു. അത് നോട്ടീസ് നൽകി. അത് തടസ്സം അല്ലെങ്കിൽ പ്ലാന്റേഷൻ ഭൂമിയാണെന്നുള്ള വിവാദങ്ങൾ ഉയർന്നു. സ്ഥലത്തിൻ്റെ പൈസയെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഉയർന്നു. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നേതാക്കൾ വിശദീകരിച്ചതാണ്. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികൾ, ജില്ലാ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ഉൾപ്പെടെയുള്ള നമ്മോടൊപ്പം ഉണ്ട്. എത്ര പ്ലോട്ടുകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്? എത്ര ഏക്കറാണ് സ്ഥലം? എത്ര വീടുകളാണ് നിർമ്മിക്കുന്നത്? ഞങ്ങൾ 5 വ്യക്തികളിൽ നിന്നായിട്ട് 11 ഏക്കർ 22 സെൻറ്റ് സ്ഥലമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ 105 പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഹൗസ് പ്ലോട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ഈ ഭൂമി സംബന്ധിച്ച് ഒരു അനാവശ്യമായ വിവാദമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഭൂമി 5 വ്യക്തികളിൽ നിന്നായി മിച്ച ഭൂമി അല്ലാത്ത, പരിധിയിൽ കൂടുതൽ ഭൂമിയില്ലാത്ത, തോട്ടമല്ലാത്ത, നിർമ്മാണത്തിന് യാതൊരുവിധ തടസ്സവുമില്ലാത്ത, എല്ലാ ന്യൂനതകളും പോരായ്മകളും ഒന്നുമില്ലാത്ത ഭൂമിയാണ് ഞങ്ങൾ പൊന്നും വില കൊടുത്ത് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്കെതിരെ വന്ന ഒരു ആരോപണം ഭൂമിക്ക് വില കൂടി എന്നുള്ളതാണ്. തോട്ടം ഭൂമിക്ക് വയനാട്ടിൽ വളരെ വില കുറവാണ്. 25 ലക്ഷം മുതൽ 50 ലക്ഷത്തിനുള്ളിലായിട്ട് തോട്ടം ഭൂമി യഥേഷ്ടം ലഭിക്കാനുണ്ട്. പക്ഷേ തോട്ടം ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തോട്ടം ഭൂമി ഒഴിവാക്കി ഞങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഗുണനിലവാരമുള്ള ഭൂമിയാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം വലിയൊരു ദുരിതം കഴിഞ്ഞ് ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ആളുകളെ എവിടെയെങ്കിലും ഉൾനാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മേപ്പാടി മുട്ടിൽ PWD റോഡിനോട് ഓരം ചേർന്ന് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ തൃക്കൈപ്പറ്റ വില്ലേജിൽ വെള്ളിത്തോട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഭൂമിയുടെ വില ആരോടും അന്വേഷിച്ചാൽ ബോധ്യപ്പെടും. 1.5 ലക്ഷത്തിൽ കുറഞ്ഞ് ഈ റോഡ് സൈഡിൽ ഒരു ഭൂമിയും ആർക്കും കിട്ടാനില്ല. ആ സമയത്താണ് ഞങ്ങൾ 1.15-നും 1.20-നുമൊക്കെ ഇവിടെ ഭൂമി എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഭൂമിയുടെ വില ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവർ തന്നതാണ്. ഈ ഭൂമി തന്ന ആളുകൾ ആരും ഭൂമി വിൽക്കാൻ തയ്യാറായവരല്ല. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റ് ഒരു പുണ്യമുള്ള പ്രൊജക്റ്റ്, ഒരു നന്മ നിറഞ്ഞ പ്രൊജക്റ്റ് ആയതുകൊണ്ട് അവർ വിൽക്കാൻ സന്നദ്ധമായതാണ്. അതുകൊണ്ട് വിലയിൽ ഞങ്ങൾ ഒരു നിലക്കും ഞങ്ങൾക്ക് ആശങ്കയില്ല. ഭൂമിയെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. ഈ നിർമ്മാണം തുടങ്ങാൻ കഴിയുക? നിർമ്മാണം ഞങ്ങൾ നേരത്തെ ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ശക്തമായ മഴ കാരണം നിർമ്മാണ പ്രവൃത്തി തുടങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ സർക്കാർ തുടങ്ങിയ ടൗൺഷിപ്പ് തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയുന്നില്ല. അവർ ടാർപോളിനുമൊക്കെ വലിച്ചു കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ റോഡ് അടിക്കാനുണ്ട്, അതുപോലെ തന്നെ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാനുണ്ട്, മെറ്റീരിയലുകൾ പോകണം. ഈ മഴയത്തൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മഴ മാറുന്ന മുറക്ക് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ വന്ന നോട്ടീസൊന്നും അതിന് നിയമപരമായ തടസ്സമാകില്ല? നോട്ടീസ് ഇതിൻ്റെ ഞങ്ങൾക്ക് ഭൂമി വിറ്റ ആളുകൾക്കാണ് നോട്ടീസ് കൊടുത്തത്. അത് സ്വാഭാവികമായിട്ടും 104 അനുസരിച്ച് ഒരു വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നോട്ടീസാണ്. അത് ഹിയറിംഗ് കഴിഞ്ഞു. അവരതിൻ്റെ രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരിക്കൽ പോലും അത് ഈ ഭൂമിയെ ബാധിക്കുന്നതല്ല. ഈ ഭൂമിയെക്കുറിച്ച് എല്ലാവരും പരിശോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. എല്ലാ പരിശോധനകളും നടക്കട്ടെ. ഒരു രീതിയിലും നിയമവിരുദ്ധമായൊരു ഭൂമിയല്ല ഇത്, തോട്ടം ഭൂമിയുമല്ല. എന്തായാലും ഓഗസ്റ്റോടുകൂടി തന്നെ നിർമ്മാണം തുടങ്ങാനുള്ള ഒരു നടപടിക്രമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്ലോട്ടുകൾ തിരികെ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നു. നോട്ടീസ് അയച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഭൂമിയിൽ 105, ഇതിനോട് ചേർന്നുള്ള ഭൂമികൾ ഉൾപ്പെടെ 105 വീടുകൾ ഉയരും ദുരിതബാധിതർക്കായി എന്നുള്ളതാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ. എന്തായാലും വിവാദങ്ങൾക്കപ്പുറം നിർമ്മാണം തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഉള്ളത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1.